അബ്ബാസി ഭരണകൂടത്തിലെ ഖലീഫ മഹ്ദിയുടെ കാലം പണ്ഡിതരാലും മന്ത്രിമാരാലും വിദൂഷകരാലും നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരാൾ കയ്യിൽ ഒതുക്കി പിടിച്ച ഒരു പൊതിയുമായി കടന്നു വന്നു. ഖലീഫയെ മുഖം കാണിച്ച അദ്ദേഹം പൊതിയെടുത്ത് ഖലീഫയ്ക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഖലീഫ, ഇത് മഹാനായ നബിയുടെ പരിശുദ്ധമായ പാദുകങ്ങളാണ്, ചെരുപ്പുകളാണ്. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ഖലീഫ കൈനീട്ടി. അത് വാങ്ങി അതിൻ്റെ അകവും പുറവും ഭവ്യതയോടെ ആദരവോടെ ചുംബിച്ചു. ആഗതന് സമ്മാനവും നൽകി. സന്തോഷത്തോടെ ആഗതൻ മടങ്ങിപ്പോയി. സദസ്സിലെ പണ്ഡിതന്മാർ ആശ്ചര്യത്തോടെ എഴുന്നേറ്റു. ഖലീഫ ഒരടിസ്ഥാനവുമില്ലാത്ത, ഒരു തെളിവുമില്ലാത്ത ഒരു തിരുശേഷിപ്പുമായി വന്ന ആളെ അങ്ങ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ ബഹുമാനത്തോടെ സ്വീകരിച്ചത് എന്നായി അവർ. അപ്പോൾ ഖലീഫ മഹ്ദി പറഞ്ഞു, ഞാൻ നീ പറയുന്നത് കള്ളമാണ് എന്ന് പറയുകയോ അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയായിരുന്നുവെങ്കിൽ അയാൾ ജനങ്ങളോട് പറയും, ഞാൻ നബി തിരുമേനിയുടെ ചെരുപ്പുമായി ചെന്നിട്ട് ഖലീഫ അതിനോട് ആദരവ് കാണിച്ചില്ല എന്ന്. അതേസമയം ഞാൻ അതിനെ ആദരിക്കുന്നതായി അയാളുടെ മുമ്പിൽ കാണിച്ചതുകൊണ്ട് ഇനി അയാളിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരു ശല്യമുണ്ടാവില്ല. അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ചിലപ്പോൾ ചിലരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇത്തരം സൂത്രക്കാർ വളർന്നു വരും, വർദ്ധിച്ചു വരും. വസ്സലാം.